ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചും പഠിച്ചും പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് യേശുക്രിസ്തു ഏകദേശം 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചുവെന്നും 30ാമത്തെ വയസ്സിൽ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചുവെന്നുമാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വളരെ പ്രസിദ്ധമായിരുന്നു. യേശു അനേക രോഗികളെ സൗഖ്യമാക്കി. യേശു ചെകിടർക്ക് കേൾവി നൽകി. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. പക്ഷപാത രോഗികളെ സൗഖ്യമാക്കി. യേശു ഭൂതബാധിതർക്ക് വിടുതൽ കൊടുത്തു. യേശു പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ളവനായി യേശു പ്രകൃതി ശക്തികളെ അടക്കി എന്നുള്ള ഒരുപാട് സംഭവങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ കണ്ണിനും കാഴ്ചയ്ക്കും ഒന്നും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരുപാട് മാർമിക വിഷയങ്ങൾ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാറ്റിനും നമുക്ക് ഉത്തരമില്ല. എല്ലാറ്റിനും ഒന്നും നമുക്ക് വ്യാഖ്യാനം എഴുതുവാനും കഴിയുകയില്ല. ഈ സമൂഹത്തിൽ വൈദ്യശാസ്ത്രത്തിന് വെളിപ്പെടുന്ന രോഗങ്ങളുണ്ട്. മെഡിസിന് സൗഖ്യമാക്കുവാൻ കഴിയുന്ന രോഗങ്ങളുണ്ട്. വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്. അതിന് മെഡിസിനുണ്ട്. മെഡിക്കൽ സയൻസ് അതിന് സാധ്യമാണ്. എന്നാൽ മെഡിക്കൽ സയൻസിനും മരുന്നിനും എക്സ്റേ ഫിലിമുകൾക്കും നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും വെളിവാൻ കഴിയാതെ മനുഷ്യ ശരീരത്തിൽ കുമിഞ്ഞിരുന്ന്, മനുഷ്യ ശരീരത്തിൽ പൂഴ്ന്നിരുന്ന് മനുഷ്യനെ രോഗിയാക്കുന്ന, മനുഷ്യനെ നിത്യമായ തകർച്ചയിൽ കൊണ്ടുപോകുന്ന, മനുഷ്യനെ ക്രമവിരുദ്ധമായ സ്വഭാവങ്ങൾക്ക് അടിമപ്പെടുത്തി പാപപങ്കിലമായ കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഒരു വ്യാപാര പാപത്തിൻ്റെ ശക്തിയുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. അവിടെ യേശു ഒരാളെ സൗഖ്യമാക്കിയ ചരിത്രം പറയുന്നുണ്ട്. 5-ാം അധ്യായം 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടുപോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. സാധുവായ തകർന്നുപോയ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ആ മനുഷ്യനെ മനോമുകുരത്തിൽ കണ്ടുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു പറഞ്ഞു. നിശ്ചയമായിട്ടും ഈ മനുഷ്യൻ്റെ വിടുതൽ യേശുവിൻ്റെ ദർശനമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേകതരം വൈറസ് ബാധയിൽ ബാധിക്കപ്പെട്ട ഒരുവനെ നമുക്കവിടെ കാണാം. ഇതിനെന്ത് ഭാഷ്യം ലോകം എഴുതുമെന്നും ഇതിനെന്ത് ഭാഷ്യം മെഡിക്കൽ സയൻസും കൗൺസിലിങ്ങും കൊടുക്കുമെന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ പറയുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവൻ കല്ലറകളിൽ നിന്നും അവനെതിരേറ്റു വന്നു. അവന് നല്ല വീടുണ്ട്, അവനൊരു പക്ഷെ നല്ല ബെഡുണ്ട്, അവന് നല്ല വീടുണ്ട്, അവന് അമ്മയുണ്ട്, അപ്പനുണ്ട്, അവനെല്ലാം ഉണ്ട്. പക്ഷേ അവൻ പാർക്കുന്നത് കല്ലറകളിലാണ്. നമുക്കറിയാമല്ലോ, കല്ലറ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന, മനുഷ്യൻ പോകാൻ ഭയക്കുന്ന കല്ലറകളിലാണ് ആ മനുഷ്യൻ പാർക്കുന്നത്. അവനെ ആർക്കും, അവനെ ചങ്ങല കൊണ്ടുപോലും അവനെ ആർക്കും ബന്ധിച്ചുകൂടാ. എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടാൽ കൂടെ അവൻ അതിനെ ഉരുമി ഒടിച്ചു കളയുമെന്നാണ്, പൊട്ടിച്ചു കളയുമെന്നാണ്
അവിടെ കാണുന്നത്. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവിടെ പറയുന്നത്, ഒന്ന്, അവൻ നഗ്നനാണ്, അവൻ വസ്ത്രം ധരിച്ചിട്ടില്ല. അപ്പം നഗ്നനായി നടക്കുകയാണ്. അവന് ഒരു തരിമ്പ് പോലും വസ്ത്രം അവൻ്റെ ശരീരത്തിലില്ല. അവൻ രാവും പകലും കല്ലറയിലായിരുന്നു. പലപ്പോഴും അവന് കല്ലുകൊണ്ട് തന്നെത്താൻ ചതയ്ക്കും, നിലവിളിച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെയുള്ള ചില ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കറിയാം, ആരും അവരെ ശ്രദ്ധിക്കാറില്ല, അവരുടെ വേദനകൾ അറിയാറില്ല, അവരെക്കുറിച്ച് ചിന്തിക്കാറില്ല. യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ള ആളുകൾ, ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ, ഭ്രാന്തനെന്നും നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വട്ടനെന്നും ഒക്കെ വിളിച്ച് ആളുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നല്ല വീടുണ്ട്, നല്ല അപ്പനുണ്ട്, നല്ല അമ്മയുണ്ട്. പക്ഷെങ്കിൽ അവൻ വീട്ടിൽ കിടക്കില്ല. അവൻ കിടക്കുന്നത് കലിങ്കിലായിരിക്കും, അവൻ കിടക്കുന്നത് കയ്യാലപ്പുറത്തായിരിക്കും, അവൻ കിടക്കുന്നത് വഴിയറമ്പിലായിരിക്കും, അവൻ കിടക്കുന്നത് ഏതെങ്കിലും ബിവറേജിൻ്റെ മുമ്പിലായിരിക്കും. ആരോരുമില്ലാത്തവർ, പ്രത്യാശ നഷ്ടപ്പെട്ടവർ, തന്നെത്താൻ ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് തന്നെത്താൻ ചതച്ച് നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ. ആരും സഹായിക്കാനില്ല. ആരിങ്ങനെയുള്ള മനുഷ്യനെ കൈയേൽക്കുമോ? ആരാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വിടുതൽ നൽകുന്നത്? ആരാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത്? അമ്മ കണ്ടാൽ മുഖം തിരിച്ചു പോകും, അപ്പൻ കണ്ടാൽ, സഹോദരങ്ങൾ കണ്ടാൽ, അമ്മാവൻ കണ്ടാൽ, ബന്ധുമിത്രാദികളും ചാർച്ചക്കാർ കണ്ടാലും അവനെ കണ്ടാൽ മുഖം തിരിഞ്ഞു പോകും. കല്ലറകളിൽ മാത്രം ഒടുങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു ചെന്നു. യേശു അവൻ വിളിച്ചിട്ടല്ല ചെല്ലുന്നത്. അവൻ്റെ അവസ്ഥ കണ്ട്, അവൻ്റെ നിരാശ കണ്ട്, അവൻ്റെ തകർച്ച കണ്ട് അവൻ്റെ അടുക്കിലേക്ക്. യേശുവിൻ്റെ ഒന്നാം വരവിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. അവൻ വിളിച്ചിട്ടല്ല ലോകത്തിലേക്ക് വന്നത്. എന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടല്ല യേശു പലരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. നമ്മുടെ വേദനകളും നിരാശകളും സങ്കടങ്ങളും ഒറ്റപ്പെടലും കണ്ട് യേശു നമ്മുടെ അടുക്കൽ വരുന്ന ദൈവമാണ്. അവൻ്റെ അടുക്കൽ വന്നു. യേശു അവനിൽ ബാധിച്ചിരിക്കുന്ന ഭൂതത്തോട് വിട്ടുപോകാൻ പറഞ്ഞു. അത് സങ്കീർണമായ ഒരു വിഷയമാണ്. ഇവൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്, ഇവനെ വീട്ടിൽ കിടത്താതെ, ഇവനെ വീട്ടിൽ താമസിപ്പിക്കാതെ, ഇവനെ വീട് വിട്ട് ഓടാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് അവനിൽ ബാധിച്ച അശുദ്ധാത്മാവായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇന്നും അങ്ങനല്ലേ? നല്ല വീടുണ്ട്, നല്ല ആഹാരമുണ്ട്, നല്ല ജീവിത സാഹചര്യമുണ്ട്. പക്ഷെ പലർക്കും ഇന്ന് വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല. പല മക്കളും ഇന്ന് വീട്ടിൽ നിൽക്കുന്നില്ല, വീട് വിട്ടോടുകയാണ്. അമ്മയും അപ്പനെയും സകല നന്മകളെയും ഉപേക്ഷിച്ച് ഒരു ഭ്രാന്തനെ പോലെ എല്ലാം നശിപ്പിക്കുന്നവനായി അവൻ ഓടുകയാണ്. വീട്ടിൽ ചിലർക്ക് കയറാൻ കഴിയത്തില്ല. അതിൻ്റെ പിമ്പിൽ വിവേചിക്കണം, അശുദ്ധാത്മാവാണ്. അത് മന്ത്രത്തിനോ പോലീസ് കേസ് കൊണ്ടോ കോടതി ഇടപെട്ടത് കൊണ്ടോ മന്ത്രം ചെയ്യുന്നത് കൊണ്ടോ ആഭിചാരകർമ്മത്തിനോ അതിൽ നിന്ന് അവനെ വിടുവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് വിടുതൽ വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഞാനിപ്പോഴും ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ഏത് വിഷയത്തെയും യേശു കൈകാര്യം ചെയ്യും. ഏത് ആശുപത്രി ഉപേക്ഷിച്ച വിഷയമായിക്കൊള്ളട്ടെ, ഏത് പോലീസ് ഉപേക്ഷിച്ച വിഷയമായിക്കൊള്ളട്ടെ, അധികാരികൾ ഉപേക്ഷിച്ച വിഷയമായിക്കൊള്ളട്ടെ, യേശുവിന് അവനെ സൗഖ്യമാക്കുവാൻ, യേശുവിനെ അവനെ വിടുവിക്കുവാൻ, യേശുവിനെ അവനെ മാന്യനാക്കുവാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മെ ഉറപ്പിച്ച് നമ്മോട് പറയുകയാണ്. യേശു അവനെ സൗഖ്യമാക്കി. 15 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യേശുവിൻ്റെ അടുക്കൽ വന്ന് ലഗ്യനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടവർ ഭയപ്പെട്ടു. കണ്ടോ? യേശുവിൻ്റെ അടുക്കൽ അവൻ വസ്ത്രം ധരിച്ചും സുബോധമുള്ളവനായി അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഉടനെ താഴേക്ക് പഠിക്കുമ്പോൾ കാണുന്നത് ഈ പന്നിയെ മേയ്ക്കുന്ന ആളുകളുണ്ട് അവിടെ. ഇവൻ മലയിലാണ് താമസിച്ചിരുന്നത്. ഇവൻ്റെ മേലുണ്ടായിരുന്ന ഭൂതങ്ങൾ പന്നിയിൽ കയറി. ആ പന്നി കടും തൂക്കത്തിലൂടെ ചാടി അത് വെള്ളത്തിൽ വീണ് അവയെല്ലാം ചത്തുപോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പന്നിയെ മേയ്ക്കുന്നവർ ഓടി വന്നു. അവർ നോക്കിയപ്പോൾ ഇന്നലെ വരെ വർഷങ്ങളായി വസ്ത്രം ധരിക്കാതെ മലകളിൽ
കരഞ്ഞും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു നടന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം വീണ്ടെടുത്ത് യേശുവിൻ്റെ അടുക്കൽ ഇരുന്നപ്പോൾ അവർ കൈകൂപ്പിയിട്ട് യേശുവിനെ നോക്കി പറഞ്ഞു, ദയവായിട്ട് ഞങ്ങളെ വിട്ടുപോകണം, ഈ പ്രദേശത്ത് നിന്ന് ഒന്ന് പോയി തരണമെന്ന് യേശുവിനെ നോക്കി അവർ പറയുകയാണ്. എത്ര വിരോധാഭാസപരമായ കാര്യമാണത്. ഇന്നും ഇത് തന്നെയാണ് ഈ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ഒരുവൻ മദ്യപാനിയായി നടന്നാൽ, ഒരുവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് നടന്നാൽ, ഒരുവൻ അപ്പനെയും അമ്മയെയും ഭാര്യയെയും തല്ലി ഉപദ്രവിച്ച് അവർക്ക് നാശം ചെയ്ത് നടന്നാൽ ഒരു വിഷയവും ആളുകൾക്കില്ല. എന്നാൽ ഒരുവൻ സുവിശേഷം കേട്ടാൽ, ഒരുവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായാൽ, ഒരുവൻ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നാൽ, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടായാൽ വർഗീയ ശക്തികൾ, മതവാദികൾ എഴുന്നേറ്റു വരും. എന്നിട്ട് പറയും, ഈ കച്ചവടം ഇവിടെ നടത്തിക്കുകയില്ല എന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. എന്താണ് പ്രത്യേകത? മനുഷ്യൻ തകർന്നവനോ ചിന്നിയവരോ ഭൂതബാധിതനോ ആയിരുന്നാലും മതത്തിന് പ്രശ്നമില്ല, മതഗുരുക്കന്മാർക്കും പ്രശ്നമില്ല, മതവാദികൾക്കും പ്രശ്നമില്ല. പക്ഷേ അവൻ്റെ ജീവിതം പ്രയോജനപ്പെടുന്ന രീതിയിൽ അവൻ്റെ ജീവിതം മാറിയാൽ, അവൻ യേശുവിലേക്ക് വന്നാൽ, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടെങ്കിൽ ആളുകൾ ഇടപെടും. ഇത് ഇവിടെ പറ്റില്ല. അതുതന്നെയാണ് അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ അവൻ്റെ ജീവിതത്തെ യേശു മാറ്റിമറിച്ചു. യേശുവിന് മറ്റൊരു ഉപാധിയും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്തില്ല. യേശു അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. യേശു അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. 20 പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ 17 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു തുടങ്ങി. അവർ പറഞ്ഞു, ദയവായിട്ട് ഇവിടുന്ന് പോകണം, ഇവിടെ പ്രസംഗിക്കരുത്, ഇവിടെ നിൽക്കരുത്. പലയിടങ്ങളിലും നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്ന കാര്യമാണ്, ഇവിടെ നിങ്ങളുടെ സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഇതിവിടെ നടക്കുകയില്ല. എന്താണ് കാരണമെന്നറിയാമോ? അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ അന്യായ ശക്തികൾ കടന്ന് പറയിപ്പിക്കുകയില്ല. കാരണം ആരൊക്കെയോ അവിടെ വിടുവിക്കപ്പെടാനുണ്ട്. ആരൊക്കെയോ ഈ വചനം കേട്ടാൽ അവിടെ രക്ഷപ്പെടും. ആരുടെയൊക്കെയോ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് സാത്താൻ അറിയാവുന്നതുകൊണ്ട് ആളുകളെ കരങ്ങളിലെടുത്ത് അത് പറയിപ്പിക്കുകയില്ല. അവരപേക്ഷിച്ചു വിട്ടുപോകണമെന്ന്. യേശു പറഞ്ഞു, എന്നാൽ ഞാൻ പോകത്തില്ല, എന്നാൽ ഇതിൻ്റെ ബാക്കി കണ്ടിട്ട്. എന്തൊന്നും യേശു പറഞ്ഞില്ല. 18 വാക്യത്തിൽ യേശു ഒന്നും വേണ്ടിയില്ല. അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് ചോദിച്ചു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ, ഞാൻ യേശുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുവാൻ, യേശുവിനെ പ്രസംഗിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു കൈകടത്തലുകൾ നടത്തുവാനും യേശു ഇഷ്ടപ്പെടുന്നില്ല. യേശു തൻ്റെ കൂടെ വരണമെന്നോ, നീ മതം മാറണമെന്നോ, നീ വീട് വിടണമെന്നോ, ഇതൊന്നും യേശു പറയുന്നില്ല. അവന് സൗഖ്യം വരുത്തി യേശു തൻ്റെ വഴിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥ സൗഖ്യം പ്രാപിച്ചവൻ, യഥാർത്ഥ വിടുതൽ കണ്ടവൻ, സമൂഹം എത്ര തിരിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിറവേറ്റാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടവൻ ഒരു മടങ്ങിപ്പോകില്ല. യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടവൻ അവൻ യേശുവിൻ്റെ പുറകെ പോയിരിക്കും. അവൻ്റെ തലവെട്ടുമെന്ന് പറഞ്ഞാലോ, അവൻ്റെ കഴുത്ത് കൊയ്ത് കളയുമെന്ന് പറഞ്ഞാലോ, കൈകൾ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞാലോ, അവനെ എത്രയധികം പീഡനങ്ങൾക്ക് വിധേയമാക്കിയാലോ അവൻ മടങ്ങിപ്പോകുകയില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ ക്രിസ്തു എന്ന സത്യ വെളിച്ചത്തെ കണ്ടതാണ്. അവൻ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മഹത്വം കണ്ടവനാണ്. അവൻ ഒരിക്കലും തിരിച്ചു പോവുകയില്ല. അവനെ തിരിച്ചു കൊണ്ടുപോകുവാൻ, അവനെ തകർത്ത് കളയുവാൻ ഏത് ശക്തികൾ എഴുന്നേറ്റാലും അത് സാധ്യമാകുകയില്ല. യേശുവിനെ കാണാത്ത, യേശുവിനെ കണ്ടിട്ടില്ലാത്ത, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഭൗതിക നന്മയ്ക്ക് വേണ്ടി യേശുവിനെ പിൻപറ്റി വന്നവർ അവർ തിരിച്ചു പോകണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ. യേശുവിനെ കണ്ട ഒരാൾ പോലും യേശുവിനെ വിട്ടു പോകയില്ല. അവൻ, ഈ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, എന്നെ കൂടെ അങ്ങയുടെ കൂടെ പോരുവാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു അനുവദിച്ചില്ല. യേശു അവനോട് അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. ഇത്ര പേഴ്സണാലിറ്റിയുള്ള, ഇത്ര അധികം സുന്ദരമായ, ഇത്രയധികം മനുഷ്യസ്നേഹിയായ കർത്താവിനെ
കർത്താവിൻ്റെ സ്നേഹം എത്ര അതുല്യമാണ് പ്രിയപ്പെട്ടവരെ. യേശു പറയുകയാണ്, നീ എൻ്റെ കൂടെ പോരണ്ട, നീ നിൻ്റെ വീട്ടിൽ ചെല്ലണം, നിൻ്റെ പ്രിയപ്പെട്ടവരെ കാണണം. നിനക്ക് വേണ്ടി കരയുന്ന ഒരമ്മയുണ്ട്, നിന്നെ ഓർത്ത് നിലവിളിക്കുന്ന ഒരപ്പനുണ്ട്, നിന്നെ ഓർത്ത് കരയുന്ന സഹോദരങ്ങളുണ്ട്, ബന്ധുക്കാരുണ്ട്, ചാർച്ചക്കാരുണ്ട്. നീ അവരുടെ അടുക്കൽ ചെല്ലണം. അവരോട് നീ പറയണം, നിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത, ഞാൻ ചെയ്ത, അല്ലെങ്കിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾ എന്താണെന്ന് നീ അവരോട് പറയണമെന്ന് പറഞ്ഞ് യേശു തന്നോടുകൂടെ പോരാതെ അവനെ നിരുത്സാഹപ്പെടുത്തി അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു. ഇത് അത്ഭുതകരമായ ഒരു സത്യമാണിത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ അപ്പൻ, നഷ്ടപ്പെട്ടെന്ന് കരുതിയ അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, എത്രയോ ആളുകളുണ്ടെന്നറിയോ, നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ അവരുടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലൂടെ രക്ഷ നൽകി അവരുടെ അടുക്കിലേക്ക് അവനെ യേശു തിരിച്ചു നൽകുകയാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് പോയ കരുതിയ ബന്ധങ്ങൾ, അതാരുമാകട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, സഹോദരനോ സഹോദരിയായിരിക്കാം, ഇന്ന് പകൽ കണ്ണുനീരോടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ടെങ്കിൽ കർത്താവ് നീ ഉപേക്ഷിച്ച് കളഞ്ഞ ആ വിഷയങ്ങളിൽ താങ്കൾക്കൊരു മറുപടി നൽകി അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി തരുവാൻ തക്കവണ്ണം കർത്താവ് ശക്തിയുള്ളവനാണ്. 20-ാമത്തെ വാക്യം പറയുന്നു, യേശു തനിക്ക് ചെയ്തതൊക്കെയും അവൻ ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്താണ് ആശ്ചര്യപ്പെടാൻ കാരണം? വസ്ത്രം ധരിക്കാതെ ഭൂതഗ്രസ്തനായി മലകളിൽ കാറിയും കരഞ്ഞും തന്നെത്താൻ ചതച്ചും കൊണ്ട് നടന്ന മനുഷ്യൻ താൻ സുബോധം വന്നവനായി, കുളിച്ച് വസ്ത്രം മാറി സമൂഹത്തിന് കൊള്ളാവുന്നവനായി, മിടുമിടുക്കനായി യേശുവിനെ പറയുന്നത് കണ്ടപ്പോൾ സമൂഹത്തിന് ആശ്ചര്യമുണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയായിരുന്നു. സമൂഹത്തിന് വേണ്ടാത്തവരെ, സമൂഹം തള്ളിയവരെ, ഭൂതം പിടിച്ചവരെ, അപ്പനും അമ്മയ്ക്കും ആളോടെ ഇരുന്നിട്ടും ഒരു പ്രയോജനവുമില്ലാത്തവരെ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവിലൂടെ അവൻ്റെ ജീവിതത്തിലെ ഭൂതശക്തികളെ ശാസിച്ച് അവൻ്റെ അപ്പനും അമ്മയ്ക്കും തിരികെ കൊടുത്തു. ഇന്നും ഇത് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? യേശുവിൻ്റെ 1-ാം വരവ് കർത്താവേ എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ്, എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. അങ്ങനെ തകർന്നു പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഭൂതശക്തിയിൽ പിടിക്കപ്പെട്ട് മന്ത്രത്തിനും ആഭിചാര കർമ്മങ്ങൾക്കും പോലീസിനും പട്ടാളത്തിനും മെഡിക്കൽ സയൻസിനും മറുപടി തരാൻ കഴിയുന്നുണ്ട് ഇല്ലെങ്കിൽ, നിരന്തരമായി ചികിത്സിച്ചിട്ടും നിരന്തരമായി സ്കാൻ ചെയ്തിട്ടും ടെസ്റ്റുകൾ എടുത്തിട്ടും സൗഖ്യമാകാത്ത, കാര്യം എന്താണെന്ന് അറിയാത്ത രോഗത്തിൽ നിങ്ങൾ പിന്തുടരുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും തിരുവചനം പറയുന്നുണ്ട്, അതിൻ്റെ പിമ്പിൽ ഒരു അശുദ്ധാത്മ വ്യാപാരമുണ്ട്. യേശു ക്രിസ്തുവിൽ അതിലൂടെ താങ്കൾക്കൊരു വിടുതലുണ്ട്. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് വരാമോ? യേശു നമ്മെ സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.